Hello everyone, Central Government Job Notification channel like എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് അപ്ഡേറ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിംഗ് സെക്ടറിൽ വിളിക്കുന്ന IBPS PO ദാ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു വളരെ നല്ലൊരു ചാൻസ് ആണ്. ബാങ്കിംഗ് സെക്ടറിൽ ജോലി നോക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉഗ്രനായ ഒരു ചാൻസ് ആണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. Okay, നമ്മുടെ IBPS PO അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനീസിന്റെ നോട്ടീസ് ആയിരുന്നു ഇന്നലെ വന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെയാണ് വന്നത്. ന്യൂ ബാങ്കിംഗ് ജോബ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ബാങ്ക് സെക്ടറൊക്കെ ബാങ്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സോണൽ സെലക്ഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. IBPSന്റെ ഫുൾ ഫോം അതാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സോണൽ ആണ്. അതായത് ബാങ്കിംഗ് സെക്ടറിൽ നമുക്കറിയാലോ, ബാങ്കിൽ പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് പബ്ലിക് ബാങ്ക്സുമായിട്ട് ഒരു കണക്ഷൻ ടൈപ്പ് വെച്ചിട്ട് ആ പബ്ലിക് ഫീൽഡിലേക്ക് വിളിക്കുന്ന ജോബ്, അങ്ങനത്തെ ബാങ്കിലേക്ക് വിളിക്കുന്ന ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത്. ഈ IBPS വഴിയാണ് ആ റിക്രൂട്ട്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ അത്രയും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ 11 ബാങ്കുകളാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പങ്കെടുത്തിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതോടുകൂടെ പബ്ലിക് സെക്ടർ ലിങ്കേജോടുകൂടി ബാങ്കിങ് സെക്ടറിൽ വിളിക്കുന്ന ജോബാണ് നമ്മുടെ ഈ പറയുന്ന IBPS. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 11 ബാങ്കുകളാണ് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടുന്നെങ്കിൽ ഇത് എഴുതി നിങ്ങൾ ടെസ്റ്റ് പാസ്സായ ഇതിലേതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, അവസരങ്ങൾ വരുന്നത്. അപ്പം ഏറ്റവും നല്ല ബാങ്കുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പഞ്ചാബി നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇതൊക്കെ എന്താണ്, പബ്ലിക് സെക്ടറിൽ ലിങ്കേജ് ഉള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബിൽ കൂടെ വരുന്ന ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ബാങ്കുകളാണ്. അതായത് പബ്ലിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബാങ്ക്സ് ആണ്. അപ്പോൾ ഇത്രയും ബാങ്ക്സ്, 11 ബാങ്ക്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിളിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എക്സാം എഴുതി ക്വാളിഫൈ ആയ എവിടെയാണ് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പോകുന്നത്, ഈ ഒരു ഫീൽഡിലേക്കാണ്. ഇത്രയും ബാങ്ക്സിലാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, നമ്മൾ കേട്ട് പരിചയമുള്ള യൂണിയൻ ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, പഞ്ചാബി നാഷണൽ ബാങ്ക് ഉണ്ട്, UCO കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് സിന്ധ് ബാങ്ക് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നുള്ള ബാങ്ക്സ് തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്കായിരിക്കും ജോബ് കിട്ടുന്നത്. ഇപ്പോൾ വാക്കൻസി എത്രയാണ് വിളിച്ചത്, 4455, 4455 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വാക്കൻസി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാക്കൻസി വന്നിരിക്കുന്നത് 4455 എന്ന് പറയുന്ന രീതി. 4000 പരം വാക്കൻസീസ്. എന്തായാലും എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും, കൂടും, ഉറപ്പാണ്. ഒരു 5000 അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, വാക്കൻസീസ് കിട്ടുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ധൈര്യമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കാരണം ഏറ്റവും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ SBI PO, IBPS PO എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ കേട്ടോ. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഡേറ്റ് കണ്ടോ, 1/8/2024. ഇന്നലെയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങുന്നത് ഇന്ന് തൊട്ടാണ്. 1/8/2024 തൊട്ട് ഈ മാസം 21-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. 21-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് മറക്കണ്ട, 1 തൊട്ട് 21-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോമും ഓപ്പൺ ആണ്. അത് കഴിഞ്ഞിട്ട് എക്സാം പാറ്റേൺ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് അറിയാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ PO എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ PO എന്ന് പറഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസറാണ്, നല്ല റാങ്ക്ഡ് പോസ്റ്റ്. ഇപ്പോൾ ക്ലറിക്ക് കഴിഞ്ഞ് നിൽക്കുന്ന പോസ്റ്റാണ് PO പോസ്റ്റ്. ഓഫീസർ പോസ്റ്റാണ് പ്രൊബേഷണറി ഓഫീസർ. ക്ലറിക്കൽ പോസ്റ്റ് പോലെ കിട്ടുന്ന ഒരു സംഭവമാണ്. നല്ല ജോബാണ് കേട്ടോ, നല്ല സുഖ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് കേട്ടോ. ലോണുമായിട്ട് ഡീൽ ചെയ്യുക, അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഒരു ബാങ്കിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നത് തന്നെയാണ് ഈ ഒരു PO എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അതിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാം പാറ്റേൺ നടക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്, പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്. ആ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്ത് വിളിച്ചിട്ടുള്ളത് കേട്ടോ. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഈ 3 സ്റ്റെപ്പാണ്. ബാങ്കിങ്ങിൻ്റെ എന്ത് ജോലി എടുത്താലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബാങ്കിൽ എന്താണ്, ഒരു പ്രിലിംസ് കാണും, ഒരു മെയിൻസ് കാണും, ലാസ്റ്റ് ഒരു
ഇന്റർവ്യൂ. ഇത്രയും കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എവിടെ ആയിരിക്കണം, പ്രിലിംസിലേക്കായിരിക്കണം കേട്ടോ, പ്രിലിംസിലേക്കാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ പ്രത്യേകം ഒരു ഇതായിട്ട് പഠിക്കണം അങ്ങനെയല്ല, കമ്പ്യൂട്ടറിൽ ബേസിക് ആയിട്ട് ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഒരു കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അത് ഒരു പ്രയോറിറ്റി പോലെയാണ്, നിങ്ങളുടെ ഒരു പ്രിഫറൻസ് പോലെയാണ്. എക്സൽ അറിഞ്ഞിരിക്കണം, വേർഡ് അറിഞ്ഞിരിക്കണം, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സ്കിൽ അത്യാവശ്യം ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ പഞ്ചാബ് സിന്ധ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹിന്ദി, അതായത് ഇപ്പം മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടക പോലെയുള്ള റീജിയൻ, തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ്സ് വിളിക്കാം. അതായത് നിങ്ങളെ വാക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടായിരിക്കാം ചിലപ്പോൾ ഷിഫ്റ്റ്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജും കൂടെ അത്യാവശ്യം നിങ്ങൾ പരിചയമായിട്ടിരിക്കണം. ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഏരിയയുടെ ഒരു ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു റീജിയണൽ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയത്തില്ല, ഇപ്പം മലയാളം നമ്മുടെ കേരളത്തിൽ കിട്ടിയാൽ നമുക്ക് മലയാളം അത്യാവശ്യം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാനും കുഴപ്പമില്ല, എന്നാലും നമ്മൾ പറയുകയാണ് ആ ഒരു റീജിയണൽ ലാംഗ്വേജും കൂടെ അറിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം ചെന്നൈയിലൊക്കെയാണ് കിട്ടണമെങ്കിൽ തമിഴ് ഭാഷയും കൂടെ അറിയണം. ഇപ്പം ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി പഞ്ചാബിലൊക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ മഹാരാഷ്ട്ര മധ്യപ്രദേശ് പോലെയുള്ള ഏരിയ കിട്ടുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ലാംഗ്വേജും കൂടെ അറിയേണ്ട കാര്യം അവരെടുത്ത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ കാണണ്ട. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഒറ്റ ലക്ഷ്യം, പ്രിലിംസ് പാസ്സാവുക. ആ ഒരു കാര്യം മാത്രം നിങ്ങളിപ്പോൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പ്രിലിംസ് പാസ്സാവുക. എക്സാം ഡേറ്റ് വരുന്നത് എപ്പോഴാണ്, നമ്മുടെ IBPS PO 2024 പ്രിലിമിനറി എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് ഇതേ കണ്ടോ, 19-20 ഒക്ടോബറിനാണ്. 19-20 ഒക്ടോബറിലാണ്. ഒക്ടോബറിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. നമ്മുടെ ഒക്ടോബറിൽ ഇപ്പോൾ എന്താ, ഓഗസ്റ്റായി. ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓഗസ്റ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്നു. നിങ്ങളുടെ എക്സാം വരുന്നത് 2 മാസം കഴിഞ്ഞ് നമ്മുടെ ഒക്ടോബർ 10ാം മാസത്തിലാണ് കേട്ടോ. 10ാം മാസം 9th and 19th and 20th ഒക്ടോബറിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് IBPSൻ്റെ PO മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 30 നവംബറാണ് കേട്ടോ. അതായത് പ്രിലിംസ് ക്വാളിഫൈ ആവുന്നവർക്ക് തൊട്ടടുത്ത മാസം തന്നെ നവംബർ ലാസ്റ്റോട് തന്നെ എന്ത് വരെയാണ്, നിങ്ങൾക്ക് മെയിൻസും വരെയാണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതോടെ എത്രയും വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം നിങ്ങൾക്ക് എന്താണ്, കുറച്ച് സമയം, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഈ ബാങ്കിങ് ഒക്കെ എന്താണ്, ഒരു വർഷത്തിൽ ഒരിക്കൽ വിളിക്കുന്ന എക്സാമിനേഷൻ ആണല്ലേ, നമുക്കറിയാം. IBPS PO, SBI PO അല്ലെങ്കിൽ SBI ക്ലർക്ക്, IBPS ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന എക്സാമിനേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാം. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ല ലെവലോടെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. എക്സലൻ്റ് ആയിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, ഒക്ടോബറിലെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ മെയിൻസും എന്ത് ചെയ്യുക, ക്ലിയർ ആവാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ, മാക്സിമം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ബാങ്കിങ് സെക്ടറിൽ അപ്ലൈ ചെയ്യുന്ന എപ്പോഴും ആരാ തന്നെയാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ബാങ്കിങ് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഇപ്പോൾ ഗ്രാജുവേഷൻ, നമ്മുടെ ഡിഗ്രി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ, അതായത് 8ാം മാസം ഓഗസ്റ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, അതായത് ഈ മാസത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാവർക്കും, ഡിഗ്രി ലെവൽ കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ ഡിഗ്രിക്ക് നിങ്ങൾ ഇത്രയും സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക് എന്തായിരിക്കും, ഒരു മുൻഗണന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രിഫറൻസ് കാണും കേട്ടോ. ആ ഒരു സമയത്ത് അഗ്രികൾച്ചർ എല്ലാ സബ്ജക്റ്റും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സബ്ജക്റ്റ് ഇല്ലാന്നൊന്നും പേടിക്കേണ്ട. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, പിസികൾച്ചർ, അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീൺ ബാങ്ക് പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും എന്താണ് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ഫാക്ട്സ്, അതിൻ്റെ ലോൺ ഇടപാടുകൾ, അതിൻ്റെ സ്കീമുകൾ, അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇത്രയും അഗ്രികൾച്ചറിൻ്റെ സെക്ടർ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട. അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നോർമൽ ITI പോലെയുള്ളത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, എക്കണോമിക്സ്, ലോ, അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നോർമൽ ബയോളജി സയൻസ് ഒക്കെ പഠിച്ചവർക്കായാലും അപ്ലൈ ചെയ്യാം. അതൊന്നും ഒരു സീനായിട്ടല്ല പറയുന്നത്. പിന്നെ അവർക്കും കൂടെ ചാൻസ് ഉണ്ടെന്ന് എടുത്തറിയിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അഗ്രികൾച്ചറൊക്കെ പഠിച്ചവർക്കും ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് കണ്ടോ, 20 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 20 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 20, 21 ആ ഒരു ടൈം ലൈൻ പറയുന്നുണ്ട് കേട്ടോ. 30 വയസ്സ് വരെ എന്തായാലും അപ്ലൈ ചെയ്യാം. ഏജിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞു. SC ST ആണെങ്കിൽ എത്ര വർഷം, 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ എത്ര വർഷം, 3 ഇയേഴ്സ് കേട്ടോ. 3 ഇയേഴ്സ് ഉണ്ട്. 3 ഇയേഴ്സ് ഉണ്ട്. ഇനി ഡിസബിലിറ്റി കാറ്റഗറി ആണെങ്കിൽ 10 വർഷത്തിൻ്റെ ഇളവ് നിങ്ങൾക്കുണ്ട് കേട്ടോ. ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തിൻ്റെ കാലം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടൈം പീരീഡ് പോകുന്നത്. ഏജ് ലിമിറ്റ് 20 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആരും വൈകിക്കാണ്ട് എന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.
ഇനി എക്സാം സിലബസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ഇത് പ്രിലിംസിൻ്റെ ആണ് കേട്ടോ എക്സാം സിലബസ്. നമ്മളിപ്പോൾ എന്താണ് പ്രിലിംസ് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പ്രിലിംസിൻ്റെ എക്സാം സിലബസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. നോർമലി നമ്മൾ SSC RRB പോലെയുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്ന സാധനം തന്നെയാണ്. ഏതൊക്കെ? ഇംഗ്ലീഷ്, മാത്സ്, റീസണിംഗ്. ഇംഗ്ലീഷ് എത്ര ക്വസ്റ്റ്യൻ? 30 ക്വസ്റ്റ്യൻ. മാത്സ് എത്ര ക്വസ്റ്റ്യൻ? 35 ക്വസ്റ്റ്യൻ. റീസണിംഗ് എത്ര ക്വസ്റ്റ്യൻ? 35 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, SSC RRB പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കില്ല. കുറച്ചൊക്കെ എന്തായിരിക്കും? ടഫ്നെസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് അഡ്വാൻസ് ലെവലിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് നോർമലി അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും, ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മാത്സ് എന്തായിരിക്കും? ഡിഗ്രി, എല്ലാം ഡിഗ്രി ലെവലിലായിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയായിരിക്കും. അഡ്വാൻസ് മാത്സ് കാണും, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസണിങ് പോർഷൻസ് കാണും, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ പോലെയുള്ള പോർഷൻസ് കാണും, മീഡിയൻ മോഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡ് ഓഫ്, അങ്ങനത്തേക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഓക്കെ, അപ്പം അതെല്ലാം മനസ്സിലാക്കി തന്നെ ബാങ്കിങ് സെക്ടർ പ്രിപ്പയർ ചെയ്യുന്നവർ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 35 മാർക്ക് നിങ്ങൾക്ക് മാത്സിനും 35 മാർക്ക് റീസണിങ്ങിനും വേണ്ട. അതിൽ തന്നെ നല്ലൊരു സ്കോർ നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ ഏറ്റവും നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം കേട്ടോ. 100 മാർക്കാണ്, 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അപ്പോൾ എത്ര മാർക്കാ? ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 100 മാർക്കും ഉണ്ട്. 100/100 എന്നുള്ള രീതിക്കാണ് കേട്ടോ. 100 ക്വസ്റ്റ്യനും 100 മാർക്കും. അപ്പോൾ ഇൻറ്റു 1 എന്നുള്ള രീതിയിലാണ് എന്ത് പോകുന്നത്? പോസിറ്റീവ് കറക്റ്റ് മാർക്കിംഗ് പോകുന്നത്. 1/4 ആണ് എന്തെന്ന് വരുന്നത്? നെഗറ്റീവ് വരുന്നത്. 1/4 ആണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, നെഗറ്റീവ് 1/4. അതെങ്ങനെയാണ്? 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. ഓക്കെ, 0.25 എന്ന് നമ്മൾ പറയത്തില്ലേ? 0.25. 4 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ തെറ്റാവുന്നെങ്കിൽ 1 മാർക്ക് പോകും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ആ ഒരു രീതിക്ക് 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അപ്പോൾ എല്ലാത്തിനും എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഏകദേശം ഒരു നല്ല മാർക്ക് വാങ്ങിക്കണം, മാത്സിൽ കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കണം, റീസണിങ്ങിൽ ഒരു കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ എത്ര നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ഓഫ് ക്ലിയർ ആവണം കേട്ടോ. കട്ട് ഓഫ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 100-നാണെങ്കിൽ എത്ര കട്ട് ഓഫ് വരുവാടാ? 100-നാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് 57 സംതിങ് ആണ്. എന്തായാലും നിങ്ങൾ എപ്പോഴും 60 റേഞ്ചിൽ എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 60 റേഞ്ച് നിങ്ങൾക്ക് കിട്ടണം എന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഒരു മിനിമം 60 വാങ്ങണം, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? 70 വാങ്ങണം എന്നുള്ള രീതിയിൽ. 60 വാങ്ങിക്കാൻ സുഖമല്ലേ നിങ്ങൾക്ക്? ഇതിൻ്റെ ഒരു ഹാഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നല്ലപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. 60ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 70ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 60 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. മിനിമം 60 എന്ന് എന്നെ വിചാരിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് തന്നെ കംപ്ലീറ്റ്ലി വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ക്ലിയർ ആവാൻ നന്നായിട്ട് ശ്രമിക്കുക, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം 100 ക്വസ്റ്റ്യന് 100 മാർക്കാണ്. ഒരു 60 റേഞ്ചിൽ നിങ്ങൾ മാർക്ക് മേടിക്കാൻ നോക്കുക. ഇനി ഫീസ് വരുന്നത് ജനറൽ OBC EWS കാറ്റഗറിക്ക് എത്രയാണ്? 850 ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം ബാങ്കിങ് സെക്ടറിൽ എപ്പോഴും പൈസ കുറച്ച് കൂട്ടി തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഫോമൊക്കെ ഇടാமல் നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ജനറൽ OBC EWS കാറ്റഗറിക്ക് എത്രയാണ്? 850. SC STക്ക് ആണെങ്കിൽ 175 ആണ്. പ്ലസ് GST ഉണ്ടോയെന്ന് ഒരു ഡൗട്ടുണ്ട് കേട്ടോ. GSTയും കൂടെ വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ കൂടും. എന്തായാലും വർത്തിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ജനറൽ OBC EWS 850 പോകണമെന്നൊന്നും വിചാരിക്കല്ലേ. വർഷത്തിൽ ഒരിക്കലാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതുക. എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ജനറൽ OBC EWS 850, SC ST 175 അടയ്ക്കുക. സേഫ് സ്കോർ ഞാൻ പറഞ്ഞില്ലേ 60 മാർക്കാണ്. മിനിമം 60 വാങ്ങിക്കണം. മിനിമം 60 അല്ലെങ്കിൽ എത്ര മേടിക്കണം? 70 നിങ്ങൾ മേടിക്കണം. 100-ൽ 70 മാർക്ക് മേടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇത് ഏത് വെബ്സൈറ്റിൽ ചെന്നാണ് രജിസ്റ്റർ ചെയ്യുകയെന്ന് വെച്ചാൽ www.ibps.in. എല്ലാം സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. www.ibps.in ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി ക്ലിക്ക്, നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ കാണും. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ കൊടുത്താൽ മതി കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സാലറി എത്ര കണ്ടോ? 52,000 തൊട്ട് 55,000 ആണ് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്. സ്റ്റാർട്ടിങ് തന്നെ ഹാഫ് നമ്മുടെ എന്താണ് 500,000 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഒരു
അല്ലേ? 52,000 തൊട്ട് 55,000 വരെ നമ്മുടെ ഇൻഹാൻസ് സാലറി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോരോ ഇൻക്രിമെൻറ്റ്സ്, ഓരോരോ അലവൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് കിട്ടും. അതും സുഖ ജോലിയല്ലേ, കിടന്ന് നെട്ടോട്ട് ഓടേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുത്തെ ഇരുന്ന് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇത് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇതനുസരിച്ച്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നവരാണെങ്കിൽ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു എമൗണ്ട് ഓഫ് സാലറി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതെല്ലാം മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റ് www.ibps.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യുക കേട്ടോ. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുകയാണ്. 21 ഓഗസ്റ്റിനാണ് കംപ്ലീറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.